നമസ്കാരം. നഴ്സുമാരുടെ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ കേരളത്തിലെ ആരോഗ്യമേഖല സ്തംഭിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി UNA. ഞങ്ങൾ പണിമുടക്കിയാൽ വെന്റിലേറ്ററിലുള്ള രോഗികളെ പോലും പരിചരിക്കാൻ ആരോഗ്യമന്ത്രി നേരിട്ട് വരേണ്ടി വരുമെന്ന് UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ പറഞ്ഞു. സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ച സമരം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുമെന്നും സംഘടന വ്യക്തമാക്കി. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ നഴ്സുമാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുകയായിരുന്നു. 10,000-കണക്കിന് നഴ്സുമാരാണ് തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. പണിമുടക്കിന്റെ ഭാഗമായി നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് നഗരത്തെ പ്രക്ഷോഭക്കടലാക്കി മാറ്റി. രാവിലെ 9 മണിയോടെ തന്നെ പാളയം രക്തസാക്ഷി മണ്ഡപവും പരിസരവും നഴ്സുമാരെ കൊണ്ട് നിറഞ്ഞു. ജനബാഹുല്യം കാരണം പിന്നീട് പ്രതിഷേധക്കാരെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുകയായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നായി നഴ്സുമാർ സമരത്തിൽ അണിനിരന്നു. പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി എത്തിയ പ്രതിഷേധക്കാർ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ്. UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിലാണ് നഴ്സുമാർ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരവുമായി നീങ്ങിയത്. 490 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് ഇന്ന് ജോലി ബഹിഷ്കരിച്ച് തെരുവിലിറങ്ങിയത്. UNA പ്രവർത്തകർ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ സെക്രട്ടേറിയറ്റിൽ വന്നുകൊണ്ട് കേരളത്തിന്റെ നഴ്സുമാരെ, കേരളത്തിന്റെ UNA മാലാഖമാര് ഈ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് ചേരുമെന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഇതൊരു ധർമ്മസമരമാണ് പ്രിയപ്പെട്ടവരെ, ധർമ്മസമരമാണ്. ഈ സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി നിരവധി പരിപാടികളാണ് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ പരിപാടി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പ്രോഗ്രാം, വൈകിട്ട് 3 മണിക്ക് പ്രോഗ്രാം, ഈ പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അനുമതി നിഷേധിച്ചു. ഇവിടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, UNA സംബന്ധിച്ച് ഇത്രയധികം ആളുകൾ, ഇത്രയധികം പ്രവർത്തകരെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് പ്രകടനം നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾക്ക് അവർക്ക് പറയാനുള്ളത്, 2011 മുതല് ഞങ്ങളുടെ പൂർവ്വചരിത്രത്തിലാണ് പ്രിയപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ UNA ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാവും. UNA പറഞ്ഞിട്ടുണ്ടെങ്കിൽ UNA സമരം നടത്തിയിരിക്കും. UNA പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40,000 രൂപ ശമ്പളം മേടിച്ചു കൊടുക്കുവാൻ UNA നേതൃത്വവും ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലും സാധിക്കുമെന്നുള്ള കാര്യത്തില് കേരളത്തിലെ പൊതുസമൂഹത്തിന് സംശയമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പ്രിയപ്പെട്ട കേരളത്തിന്റെ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നഴ്സുമാരുടെ എന്താവശ്യമുണ്ടെങ്കിലും നഴ്സുമാരോടൊപ്പം നിലകൊള്ളുന്ന പ്രിയപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരപൂർവ്വം ഈ നമ്മുടെ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് നിങ്ങൾക്കറിയാം, ഷിബു ബേബി ജോൺ സാറാണ്. നിങ്ങൾക്ക് അറിയാം, UNA ചരിത്രമുണ്ടെങ്കിൽ കേരളത്തിലെ നഴ്സുമാരോട് ഐക്യപ്പെട്ട് നിന്നിട്ടുള്ള അദ്ദേഹം നേരത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. നിങ്ങൾക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച്. നമ്മുടെ എല്ലാ വേദികളിലും വരുന്നുണ്ട്. നമ്മുടെ സമരങ്ങളിൽ അദ്ദേഹത്തിന്റെ നിർണായകമായ ഇടപെടൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ വളരെ സ്നേഹാദരപൂർവ്വം ഇതിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഷാജൻ സാറ് UNA സമരം കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഷാജൻ സാറും മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഈ മാധ്യമം പ്രവർത്തിക്കുന്ന ഒരു പങ്ക് വിസ്മരിക്കാൻ കഴിയില്ല. ജീവൻ കൊടുത്തും UNA പ്രവർത്തകര് ഷാജൻ സാറിനെയും മറുനാടൻ ചാനലിനെയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു സ്നേഹത്തോടുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രം നമുക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളൂ. അടുത്തായിട്ട് പ്രകാശേട്ടൻ നിരവധി നമ്മുടെ സമര പരിപാടികളായിട്ട് നമ്മുടെ ഉള്ളിൽ വളരെ ആണ്. നിരവധി പേര് ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീലേഖ IPS മേഡം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി പേര് ഇവിടെ വരാം എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. SS ലാൽ സാറ് ഒരു പക്ഷേ കേരളത്തിന്റെ അടുത്ത ആരോഗ്യ വകുപ്പ് മന്ത്രിയാകുമെന്ന് നമ്മുടെ ഈ വാർത്തകള് ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് പിന്തുണ തരുന്ന മലയാളികള്, പ്രിയപ്പെട്ട മലയാളികൾക്ക് എല്ലാവരെയും ഞങ്ങളുടെ ഈ സമരത്തിലേക്ക് ഐക്യദാർഢ്യപ്പെടുവാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി ഏതാണ്ട് ഒരാഴ്ച നീണ്ട സിനിമാഭിനയത്തിന് ശേഷം പത്തനംതിട്ടയിലെത്തിയിട്ട് ആദ്യം പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മുതലാളിമാർ ഇവിടുത്തെ പൊതുജന സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രി എങ്ങനെ അപമാനിക്കുന്നത് എന്ന്. അത് ഞങ്ങളങ്ങ് മുഖവിലക്കെടുക്കാൻ തീരുമാനിച്ചു. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മുതലാളിമാരും ആശുപത്രി മാഫിയായും ഇവിടുത്തെ പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തുന്നു എന്ന ആരോപണം ഞങ്ങളങ്ങ് മുഖവിലക്കെടുക്കുന്നു. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലല്ലോ. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മുതലാളിമാരെ മര്യാദ പഠിപ്പിക്കാൻ, അവർ മിനിമം ശമ്പളം കൊടുക്കാൻ മടിക്കുമ്പോൾ അത് കൊടുക്കണമെന്ന് പറയാൻ സർക്കാരിന് പിന്നെന്താ മടി? പക്ഷെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം വേണം, അത് അന്തസ്സായ ശമ്പളം വേണം.
അത് ആവശ്യപ്പെടുമ്പോൾ അതിനോട് തലതിരിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ ആശുപത്രി മുതലാളിമാരോട് ചേർന്ന് നിന്നിട്ടാണ്. എന്നിട്ട് വാക്കുകൊണ്ട് ആശുപത്രി മുതലാളിമാർക്ക് വേണ്ടിയാണ് ഇവിടെയെല്ലാം അങ്ങ് നശിപ്പിക്കുന്നതെന്ന് പറയരുത്. ഞങ്ങൾക്കൊരൊറ്റ ആവശ്യമേ ഉള്ളൂ. 4 വർഷം BSc നഴ്സിംഗ് പഠിച്ചിട്ടാണ് നേഴ്സാകുന്നത്. 4 വർഷം. അതിനുശേഷമുള്ള ഒരുപാട് കടമ്പകൾ. കുറഞ്ഞത് 6-7 ലക്ഷം രൂപ മുടക്കൊണ്ട് ഒരാൾക്ക് നഴ്സിംഗ് പഠിച്ച് ഇറങ്ങുമ്പോൾ അതുകൊണ്ട് ഒരു ദിവസം 1333 രൂപ വേണം. അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് കിട്ടിയിട്ടേ ഞങ്ങൾ മടങ്ങൂ. ഒരു സംശയവും വേണ്ട. ആരോഗ്യമന്ത്രി ഏത് കൊമ്പത്തെയാളാണെങ്കിലും ആ കൊമ്പിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി, ഇതാ ഇതിന് പിറകിലിരിക്കുന്ന രാജാവ്, ആരെ ഭയപ്പെടുത്തുന്നയാളാണെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഞങ്ങളത് സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കും. മറ്റൊരാവശ്യവുമില്ല. ഞങ്ങൾക്ക് അന്തസ്സായി ജീവിക്കണം. അത് ഞങ്ങളുടെ അവകാശമാണ്. രാജാവിന് കോടികൾ കിട്ടും, കന്നുകാലിത്തൊഴുത്തിൽ നല്ല പാലിനെ കിട്ടും, ചുറ്റുമതിലുണ്ടാവും, പ്രജകൾക്ക് ചുറ്റിക്കറങ്ങാൻ വാഹനങ്ങൾ ഉണ്ടാവും. ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് രാമന്തോളം പണിയെടുക്കുമ്പോൾ 1333 രൂപ കിട്ടണം. അത് കിട്ടിയിട്ടേ ഞങ്ങൾ മടങ്ങും. അത് കിട്ടില്ലെങ്കിൽ, അത് തരില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ രാജസിംഹാസനത്തിലും ഞങ്ങൾ പുറത്താക്കും. അതുവരെ ഞങ്ങളുണ്ട്. ഒരു സംശയവും വേണ്ട. ജയ് ഹിന്ദ്, ജയ് UNA. തൃശൂരിൽ ഒരു മഹാസമ്മേളനം സംഘടിപ്പിച്ച UNA ഇപ്പോൾ ഇതാ വീണ്ടും ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ഉപരോധ സമരവുമായിട്ട് ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റ് അത് മനസ്സിലാക്കണം. എന്തെങ്കിലും യാഥാർത്ഥ്യബോധമുള്ള ഗവൺമെന്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് നഴ്സുമാരും സ്വകാര്യ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരും സമരത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്നത്, ഒഴുകി വരുന്നത് എന്നത് കാണുവാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകണം. അതുകൊണ്ട് തന്നെ നഴ്സുമാരുടെ പരിചരണം ലഭിച്ചിട്ടുള്ള മനുഷ്യന്മാർ ഈ സമരത്തെ സർവാർത്ഥത്തിലും കേരളത്തിലുടനീളം പിന്തുണയ്ക്കുന്നുണ്ട് എന്നത് ഈ ഗവൺമെന്റ് കാണണം. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി കാലാവധി തികച്ച് അവസാനിക്കാനായിട്ട് പോവുകയാണ്. അവസാനിക്കാൻ പോകുമ്പോൾ പോലും ധാർഷ്ട്യവുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. BScയും MScയും ഒക്കെ കഴിഞ്ഞ യോഗ്യതയുള്ള, നൈപുണ്യമുള്ള, സ്കില്ലുള്ള നഴ്സുമാർക്ക് പക്ഷേ 500-600 രൂപ മാത്രം ഇന്നും ഈ കേരളത്തിൽ സ്വകാര്യ ആശുപത്രികൾ കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കാനായിട്ട് തയ്യാറാവാത്തത്? മിനിമം വേതനം പോലും കൊടുക്കുവാൻ 1500 രൂപ ഒരു നേഴ്സിന് കൊടുക്കുവാനായിട്ട് എന്താണ് തയ്യാറാകാൻ ഗവൺമെന്റ് ബുദ്ധിമുട്ട്? വളരെ ന്യായമായിട്ടുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് ജനങ്ങൾ സംഘടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, യുദ്ധം നടക്കുകയാണ് പശ്ചിമേഷ്യയിൽ, ഗൾഫ് മേഖലയിൽ. യുദ്ധം ഇങ്ങനെ തുടർന്നാൽ ജോലി നഷ്ടപ്പെട്ട മുഴുവൻ ഈ കേരളത്തിലേക്ക് വരും. അപ്പോൾ എന്താണ് സാഹചര്യം? ഇപ്പോൾ നമുക്ക് സ്വകാര്യ മുതലാളിമാർ തയ്യാറാവില്ല. അവർക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, പരമാവധി ലാഭം. തൊഴിലാളികളെ അവരുടെ രക്തം ഊറ്റിയെടുക്കുമ്പോൾ സംഘടിതമായി, കൂലിക്ക് വേണ്ടി സംഘടിതമായി നിൽക്കേണ്ടത് തൊഴിലാളികളുടെ ആവശ്യകതയായി മാറുന്നു. നിങ്ങൾ കാണിക്കുന്ന നേതൃത്വത്തോട് കാണിക്കുന്ന ഈ വിശ്വസ്തത, ഈ കൂറ്, ഇത് തുടർന്നു കൊണ്ടുപോകണം. കുത്തിത്തിരിപ്പുമായിട്ട് ആളുകൾ വരും. അതിനെല്ലാം അതിജീവിക്കുവാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് 40,000 രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ കൂലിയാണ് എന്ന് ഹൃദയത്തിൽ കോറിയിട്ടുകൊണ്ട് ആ 40,000 രൂപ വാങ്ങിച്ചെടുക്കുന്നത് വരെ പോരാട്ടം തുടരുവാൻ ഇവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.